കേരള കലാമണ്ഡലത്തിലെ അധ്യാപകർ പണിമുടക്കുന്നു. താൽക്കാലിക അധ്യാപകരാണ് പണിമുടക്കുന്നത്. ജോലിയിൽ തിരിച്ചെടുത്തെങ്കിലും അകാരണമായി പിരിച്ചുവിട്ടതിലാണ് പ്രതിഷേധം. സൂരജ് സജീവ് വിശദാംശങ്ങളുമായി. സൂരജ്, വലിയ ആശങ്കയുണ്ടാക്കിക്കൊണ്ടൊരു നടപടിയായിരുന്നു ഇവരുടെ പിരിച്ചുവിടൽ. പക്ഷേ പിന്നീട് മന്ത്രിയും ഒപ്പം രാധാകൃഷ്ണൻ എംപിയും ഒക്കെ ഇടപെട്ടുകൊണ്ട് അത് പിൻവലിച്ചു. എന്നാലും ഇങ്ങനെ ഒരു നടപടി ഉണ്ടായതിലുള്ള പ്രതിഷേധമാണോ ഇപ്പോൾ അധ്യാപകർ രേഖപ്പെടുത്തുന്നത്? തീർച്ചയായും അനുജ, അത് തന്നെയാണ്. അതായത് ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് 1-ാം തീയതി മുതൽ ജോലിയിൽ പ്രവേശിക്കേണ്ടതില്ല എന്ന ഉത്തരവ് 30-ാം തീയതി ഇറക്കുന്നത്. ഇത് തന്നെയാണ് ഈ അധ്യാപകരെ സംബന്ധിച്ച വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നതിലേക്ക് നയിച്ചത്. ഈ 125ഓളം വരുന്ന അധ്യാപക അനധ്യാപകരെയാണ് പിരിച്ചുവിട്ടത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മന്ത്രിയുമൊക്കെയായി നടത്തിയ ചർച്ചയിൽ ഉത്തരവ് പിൻവലിച്ചതോടുകൂടി ഇന്ന് രാവിലെ ഈ അനധ്യാപകർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പക്ഷേ അധ്യാപകരെ സംബന്ധിച്ച് പറയുന്നത് ഇതിൽ ഒരു നോട്ടീസ് പോലും നൽകുക എന്നുള്ള സാമാന്യ മര്യാദ പോലും ഈ സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അങ്ങനെ തങ്ങളെ അത്തരത്തിൽ വില കുറച്ച് കാണുന്ന ഒരു സമീപനമാണ് ഈ സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ എന്ത് കാരണത്താലാണ് തങ്ങളെ പിരിച്ചുവിട്ടതെന്ന് രേഖാമൂലം അറിയിപ്പ് ലഭിച്ചാൽ മാത്രമേ ജോലിയിൽ പ്രവേശിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇവരെ ഈ പിരിച്ചുവിട്ടുകൊണ്ടൊരു ഉത്തരവ് വ്യക്തമായി തന്നെ രജിസ്ട്രാർ പുറത്തിറക്കിയിരുന്നു. പക്ഷേ ഈ തിരിച്ചെടുത്തുകൊണ്ട് ഔദ്യോഗികമായ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നില്ല. പകരം ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു സന്ദേശമാണ് ഈ അറിയിപ്പായി നൽകിയത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി തങ്ങളെ തിരിച്ചെടുത്തു എന്ന ഒരു അറിയിപ്പെങ്കിലും ലഭിച്ചാൽ മാത്രമേ ജോലിയിൽ പ്രവേശിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ഈ അധ്യാപകരെല്ലാവരും തന്നെ രാവിലെ ഈ കലാമണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒപ്പുവയ്ക്കാതെ പുറത്ത് ഇവർ ജോലിയിൽ പ്രവേശിക്കാതെ പ്രതിഷേധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അനുജ. കേരള കലാമണ്ഡലത്തിലെ അധ്യാപകർ കൂട്ടപ്പിരിച്ചുവിടലിന് വിധേയരായ അധ്യാപകർ പിന്നീട് അവരെ തിരിച്ചെടുത്തിരുന്നു. എന്നാൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ തങ്ങളെ പിരിച്ചുവിട്ടു എന്നതിലൊക്കെയുള്ള പ്രതിഷേധം അവർ അറിയിക്കുകയാണ്. അവർ ക്ലാസ്സിൽ കയറാതെ പ്രതിഷേധിക്കുന്നു.